भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ ത്രിസപ്തതിതമോऽധ്യായ. ശ്രീശുക ഉവാച. അയുതേ ദ്വേഷതാന്യഷ്ടൗ ലീലയാ യുധി നിർജിതാ തേ നിർഗതാ ഗിരിദ്രോണ്യാം മലിനാമലവാസസാ. ക്ഷുക്ഷാമാശുഷ്കവദനാ സംരോധപരികർഷിതാ ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പത്മഹസ്തം ഗദാശങ്കരധാംഗൈരുപലക്ഷിതം കിരീടഹാരകടകകടിസൂത്രാംഗദാചിതം ഭ്രാജൽവരമണിഗ്രീവം നിവീതം വനമാലയാ പിബന്ദൈവ ചക്ഷുർഭ്യാം ലിഹന്ദൈവ ജിഹ്വയാ ജിഘ്രന്ദൈവ നാസാഭ്യാം രംഭന്ത ഇവ ബാഹുഭി പ്രണേമുർഹതപാപ്മാനോ മൂർധഭിഃ പാദയോർഹരേ. കൃഷ്ണസന്ദർശനാഹ്ലാദധ്വസ്തസംരോധനക്ലമാ പ്രശശംസുർ ഹൃഷീകേശം ഗീർഭി പ്രാഞ്ജലയോ നൃപാ. രാജാന ഊചു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസൃതേ. നൈനം നാഥാന്വസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജ്യച്യുതിർവിഭോ. രാജ്യൈശ്വര്യമദോന്നദ്ധോ ന ശ്രേയോ വിന്ദതേ നൃപ. ത്വന്മായാമോഹിതോ നിത്യ മന്യത്തെ സമ്പദോചലാം. മൃഗതൃഷ്ണാം യഥാ ബാലാ മന്യന്തൗദകാശയം ഏവം വൈകാരികിം മായാമയുക്താ വസ്തു ചക്ഷത്തെ. വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ
ജിഗീഷയാസ്യ ഇതരേതരസ്പൃധ ഘ്നന്ദപ്രജാസ്വ അതിനിർഘൃണാ പ്രഭോ മൃത്യും പുരസ്ത്വാ വിഗണയ്യ ദുർമദ തയേവ കൃഷ്ണാദ്യ ഗഭീരരംഹസ ദുരന്തവീര്യേണ വിചാലിതാശ്രിയ കാലേന തന്വാ ഭവതോനുകമ്പയാ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ അധോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വൽപതതാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ച കർണ്ണരോചനം തം ന സമാദിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേദപി സംസരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീശുക ഉവാച സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈ താനാഹ കരുണസ്താത ശരണ്യ ശ്ലക്ഷ്ണയാ ഗിരാ. ശ്രീഭഗവാനുവാച അദ്യ പ്രഭൃതിവോ ഭൂപ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാ ജായത്തെ ഭക്തിർ ബാഢമാശംസിതം തഥാ ദിഷ്ട്യാ വ്യവസിതം ഭൂപ ഭവന്തർദഭാഷിണ ശ്രിയൈശ്വര്യമദോന്നാഹം പശ്യ ഉന്മാദകം നൃണാം ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാൽ ഭ്രംശിതാസ്ഥാനാൽ ദേവദൈത്യനരേശ്വര ഭവന്തയേതദ്വിജ്ഞായ ദേഹാദ്യുത്പാദ്യമന്തവൽ മാം യജന്തോധ്വരൈർയുക്ത പ്രജാധർമ്മേണ രക്ഷധ സന്തന്വന്ത പ്രജാതന്തുൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ച സേവന്തോ മച്ചിത്താ വിചരിഷ്യഥ ഉദാസീനാശ്ച ദേഹാദാവാത്മാരാമാധൃതവ്രതാ മയ്യാവേശ്യ മനഃസമ്യക് മാമന്ദേ ബ്രഹ്മ യാസ്യഥ. ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വര തേഷാം ന്യയുക്തപുരുഷാൻ സ്ത്രിയോ മജ്ജനകർമ്മണി സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈസ്രഗ്വിലേപനൈ ഭോജയിത്വാ വരാന്നേന സുസ്നാതാൻ സമലങ്കൃതാൻ ഭോഗൈശ്ച വിവിധൈർയുക്താം താംബൂലാദ്യൈർനൃപോചിതൈ തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടല വിരേജുർമോചിതാ ക്ലേശാൽ പ്രാവൃഡന്തേ യഥാഗ്രഹ രഥാൻ സദശ്വാനാരോപ്യ മണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സൂനൃതൈർവാക്യൈ സ്വദേശാൻ പ്രത്യയാപയൽ തയേവം മോചിതോ കൃച്ഛ്രാൽ കൃഷ്ണേന സുമഹാത്മന യയുസ്തമേവ ധ്യായന്ത കൃതാനി ച ജഗൽപതേ. ജഗതു പ്രകൃതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാന്വശാസൽ ഭഗവാൻസ്തഥാ ചക്രുരതന്ത്രിത ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുതപ്രായാൽ സഹദേവേന പൂജിത ഗത്വാ തേ ഖണ്ഡവപ്രസ്ഥം ശംഖാൻ ദദ്മുർജിതാരയാം ഹർഷയന്തസ്വസുഹൃദോ ദുർഹൃദാം ചാസുഖാവഹ തച്ഛ്രുത്വാ പ്രീതമനസാ
ഇന്ദ്രപ്രസ്ഥനിവാസിന മേനിരേ മാഗധം ശാന്തം രാജാ ചാപ്തമനോരഥ അഭിവന്ദ്യാധരാജാനം ഭീമാർജുനജനാർദ്ദന സർവമാശ്രാവയാംശ്ചക്രുരാത്മനാ യദനുഷ്ഠിതം നിശമ്യധർമ്മരാജസ്ഥൽ കേശവേനാനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ജൻ പ്രേംണാ നോവാച കിഞ്ചന. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധനിരുദ്ധ രാജവിമോക്ഷണം നാമ ത്രിസപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഭഗവാന്റെ കൃപാ കടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 674 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ 73 അധ്യായം അതാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ശ്രീ ശുബ്രഹ്മർഷി പറയുന്നു, ഭഗവാൻ മോചയാമാസ രാജന്യാൻ, ആ രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചു. മഗധയിൽ ജരാസന്ധൻ്റെ തടവറയിൽ കിടന്നിരുന്ന 20,800 രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭഗവാനെ കാണുന്നതായിട്ടുള്ള രംഗം, ഭഗവാന്റെ ദിവ്യമായ സ്വരൂപ വർണ്ണന ഒക്കെയാണ് നമ്മൾ ആദ്യം ഇതിൽ കേൾക്കാൻ പോണത്. അയുതേ ദ്വേഷതാന്യഷ്ടൗ ലീലയാ യുധി നിർജിത തേ നിർഗത ഗിരിദ്രോണ്യാം മലിനാമലവാസസ ക്ഷുച്ഛാമാശുഷ്കവദന സംരോധപരികർഷിത ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം. അയുതേ ദ്വേഷതാന്യഷ്ടൗ, ദ്വേ അയുതേ അഷ്ടൗ ശതാനി, 2 അയുതവും പിന്നെ അഷ്ടൗ ശതാനി 800. അയുതം എന്ന് പറഞ്ഞാൽ 10,000, അങ്ങനെ 2 അയുതം 20,000, പിന്നെ അഷ്ടൗ ശതാനി 800, 800, ഇപ്പം 20,800. ലീലയാ കളിയായിട്ട് യുധി നിർജിത, യുദ്ധത്തിൽ നിതരാം ജയിക്കപ്പെട്ടും ഗിരിദ്രോണ്യാം സംരോധപരികർഷിത, ഗിരിദ്രോണിയിൽ ആ സംരോധത്തിൽ ഏറ്റവും ക്ഷീണിച്ചവരും കൃശന്മാരായവരും ശുഷ്കവദന, ശുഷ്കിച്ച മുഖത്തോടു കൂടിയവരും ക്ഷുക്ഷാമ, വിശപ്പ് കൊണ്ട് വലഞ്ഞവരും മലിന, ചളി പറ്റിയവരും മലവാസസ, മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടിയവരുമായ തേ അവർ നിർഗത, ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഘനശ്യാമം പീതകൗശേയവാസസം കൃഷ്ണം ദദൃശു, മേഘം പോലെ നീലനിറമുള്ള മഞ്ഞപ്പട്ട് ധരിച്ച ശ്രീകൃഷ്ണനെ അവർ കണ്ടു. ഇവിടെ യുദ്ധത്തിൽ 20,800 രാജാക്കന്മാരെ ലീലയാ നിർജിത, ലീലയായിട്ട് കളിയായിട്ട് ജയിച്ച ആളാണ് ജരാസന്ധൻ. ആ ജരാസന്ധനെയാണ് മറ്റൊരു കളിയിലൂടെ ഭഗവാൻ ഇല്ലാതെയാക്കിയത്. അങ്ങനെ ജരാസന്ധൻ അവരെ ഗിരിദ്രോണി എന്ന പുരത്തിൽ, ഗിരിവ്രജം എന്നുള്ള സ്ഥലത്ത് ബന്ധിച്ചിട്ടേക്കായിരുന്നു. ആ രാജാക്കന്മാരെ എല്ലാവരെയും വിട്ടയക്കാൻ ഭഗവാൻ നിർദ്ദേശം കൊടുത്തു ജരാസന്ധൻ്റെ പുത്രനായ സഹദേവന്. അതേ തുടർന്ന് അവരെയൊക്കെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. ബന്ധനത്തിൽ അകപ്പെട്ട ആ രാജാക്കന്മാർക്ക് ഒന്നും വേണ്ടതുപോലെ കൊടുത്തിരുന്നില്ല. ഭക്ഷണമില്ല, കുളിയില്ല.
അതുകൊണ്ട് തന്നെ ദിനചര്യകളൊന്നും വേണ്ട പോലെ ആവാത്തത് കൊണ്ട് അന്നേ കൃഷന്മാര് നല്ല എല്ലും തോലുമായിരിക്കണു. മുഷിഞ്ഞ വസ്ത്രം, പുതിയ വസ്ത്രങ്ങളൊന്നുമില്ല, എന്നും ഒരേ വസ്ത്രം തന്നെ, അതും ചളി പറ്റിയത്, മുഖപ്രസാദമില്ലാതെയായി, താടിയും തലയൊക്കെ നീണ്ടിരിക്കണു. അങ്ങനെ അവരെ അവശതയിൽ നിന്ന് മോചിപ്പിച്ചു ഭഗവാൻ, കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട കാരുണ്യസ്വരൂപനായ കൃപയുടെ സമുദ്രമായിരിക്കുന്ന ആ ഭഗവാനെ, ശ്രീകൃഷ്ണനെ, മഞ്ഞപ്പട്ടുടുത്ത് നീലമേഘം പോലെ മിന്നിത്തിളങ്ങുന്ന ആ ഭഗവാനെ അവര് വേണ്ട പോലെ കണ്ടു. ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാ? ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം. ശ്രീവത്സാംഗം, ശ്രീവത്സമാകുന്ന അടയാളത്തോടു കൂടിയവൻ. പത്മഗർഭാരുണേക്ഷണം, പത്മത്തിൻ്റെ ഗർഭം എന്ന് പറഞ്ഞാൽ പത്മത്തിൻ്റെ താമരയുടെ ഉൾഭാഗം, അതുപോലെ ചുവപ്പ് നിറ അരുണാഭമായിരിക്കുന്ന കണ്ണുകൾ. ചതുർബാഹും, 4 തൃക്കൈകൾ. ചാരുപ്രസന്നവദനം, മനോഹരവും പ്രസന്നവുമായിരിക്കുന്ന മുഖം. സ്ഫുരൻ മകരകുണ്ടലം, പ്രകാശിക്കുന്ന മകരകുണ്ടലങ്ങൾ 2 കാതിലും. പത്മഹസ്തം, താമര കയ്യിൽ ധരിച്ചിരിക്കുന്നു. ശംഖ ഗദാശംഖരഥാംഗൈരുപലക്ഷിതം, ഗദ ശംഖം ഇവയോട് ചേർന്നവനും. അതേപോലെ തന്നെ പറയുന്നു കിരീടഹാരകടക കടിസൂത്ര അംഗദാചിതം. കിരീടം, ഹാരം, കടകം, കടിസൂത്രം, അംഗദം ഇതുകൊണ്ട് ആ വ്യാപ്തനായവനും. പിന്നെ ഭ്രാജദ്വരമണിഗ്രീവം നിവീതം വനമാലയാ. ഭ്രാജദ്വരമണിഗ്രീവം, ഏറ്റവും ശോഭിക്കുന്ന വരമണി, ശ്രേഷ്ഠമായ മണി, കൗസ്തുഭം കണ്ഠത്തിൽ ധരിച്ചവനും. വനമാലയാ നിവീതം ദൃഷ്ടുവ, വനമാല ആ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന അതേപോലെ തന്നെ ആ ഭഗവാനെ കണ്ടിട്ട് ഹതപാപ്മാനഹ, ഹനിക്കപ്പെട്ട പാപത്തോടു കൂടിയ ഇവർ ഭഗവാനെ തേ ചക്ഷുർഭ്യാം, കണ്ണുകൾ കൊണ്ട് പിബന്ത ഇവ, പാനം ചെയ്യുകയാണോ എന്ന് തോന്നും. ജിഹ്വയാ, നാവുകൊണ്ട് ലിഹന്ത ഇവ, നാവുകൊണ്ട് നക്കുകയാണോ എന്ന് തോന്നും. നാസാഭ്യാം ജിഘ്രന്ത ഇവ, മൂക്കുകൊണ്ട് ഘ്രാണിക്കുകയാണോ എന്ന് തോന്നും. ബാഹുഭ്യാം രംഭന്ത ഇവ, കൈകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണോ, ആലിംഗനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് ഹരേ പാദയോ മൂർധഭി പ്രണയമോ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശിരസ്സു ചേർത്ത് വെച്ച് നമസ്കരിച്ചു. ശ്രീവത്സം എന്ന മറുക്, കഴുത്തില് കൗസ്തുഭം, അതേപോലെ 4 തൃക്കൈകൾ, താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള ആ നിറം പോലെ അരുണവർണം ചേർന്ന കണ്ണുകൾ, അതേപോലെ ആ കടക്കണ്ണിൻ്റെ നോട്ടം, മന്ദഹാസം, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നു. കിരീടം, മുത്തുമാല, കടകം, വള, അതേപോലെ വനമാല, രത്നമാലകൾ ഒക്കെ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാര് അഞ്ജലീബദ്ധരായി ഭഗവാനെ വീണ് അങ്ങനെ നമസ്കരിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ തങ്ങളുടെ ആ സങ്കടങ്ങൾ നിശേഷമില്ലാതെയാക്കിയ ആ ഭഗവാനെ കണ്ണുകൊണ്ട് പാനം ചെയ്തും നാവുകൊണ്ട് ആ നക്കിക്കൊണ്ടും മൂക്കുകൊണ്ടും ആസനിക്കുന്ന രൂപത്തിലും കൈകൾ കൊണ്ട് ദോർഭ്യാം 2 കൈ കൊണ്ടും കെട്ടിപ്പിടിക്കുന്നത് പോലെയും തോന്നും അവരുടെ ആ പ്രവൃത്തി കണ്ട. എന്നിട്ടോ കൃഷ്ണസന്ദർശനാഹ്ലാദ ധ്വസ്ത സംരോധനക്ലമാ പ്രശശം സുർഹൃഷീകേശം ഗീർഭി പ്രാഞ്ജലയോ നൃപാ. കൃഷ്ണസന്ദർശനാഹ്ലാദ ധ്വസ്ത സംരോധനക്ലമാ, കൃഷ്ണന്റെ സന്ദർശനം കൊണ്ടുണ്ടായ ആഹ്ലാദത്താൽ നശിപ്പിക്കപ്പെട്ട ആ ബന്ധനക്ഷീണം, സംരോധനക്ലമ, ഇങ്ങനെ കുറേ കാലം തടവിൽ കിടന്നത് കൊണ്ടുള്ള ഒരു ക്ഷീണം അവർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ തീർന്നേക്കണു. ആ നൃപ രാജാക്കന്മാർ പ്രാഞ്ജലയ,
കൈകൾ ചേർത്ത് വെച്ച് അഞ്ജലീബദ്ധരായി ഗീർഭി ഹൃഷീകേശം, ആ വാക്കുകൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഹൃഷീകേശനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ പ്രശംസിച്ചു അല്ലെങ്കിൽ സ്തുതിച്ചു. രാജാക്കന്മാർക്ക് ശ്രീകൃഷ്ണന്റെ സ്വരൂപ ദർശനം തന്നെ അല്ലേ, ഭഗവാന്റെ ദർശനം എല്ലാ തരത്തിലുള്ള ക്ഷീണത്തെയും എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും കലികൽമഷങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കുന്നതാണ്. ശ്രീകൃഷ്ണ ചരിതം കലികൽമഷഘ്നം എന്നാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പാടുന്നത് പോലും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും ഇല്ലാതെയാക്കണു, മനുഷ്യനെ ശുദ്ധരാക്കണു. അങ്ങനെയെങ്കിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാലോ, ഇവിടെ ഇത്രയും കാലം ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ കുറേ വർഷങ്ങളായി കിടക്കുന്ന ഈ രാജാക്കന്മാർക്ക്, 20,800 രാജാക്കന്മാർക്ക് ഇപ്പോൾ അവരുടെ എല്ലാ ക്ഷീണവും തീർന്നു എന്നാണ്. ഭഗവാനെ കണ്ടതോടുകൂടി ആനന്ദം. അന്ധകാരം നിറഞ്ഞൊരു മുറിയിൽ എത്ര കാലമായിരുന്നു ഇരുട്ടെന്ന് പറഞ്ഞാൽ തീരില്ല. പക്ഷേ എപ്പോഴാണോ അവിടെ ഒരു തിരി തെളിയുന്നത്, ആ നിമിഷം അന്ധകാരം മുഴുവൻ ഇല്ലാതെയാവും. അവിടെ മുഴുവൻ ആനന്ദമായി തീരും. ഇതേപോലെ ഭഗവാനെ കണ്ടതോടുകൂടി ഇത്രയും കാലം അവർ ദുഃഖിച്ചിരിക്കുകയായിരുന്നു, വേദനകളായിരുന്നു, ആ തടവിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു. എങ്കിൽ ഇപ്പോൾ അത് മുഴുവൻ, ആ ബന്ധനത്തിൻ്റെ ക്ഷീണം മുഴുവൻ നഷ്ടപ്പെട്ട് സന്തോഷിച്ച് അവർ ജ്ഞാനാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീകേശനായിരിക്കുന്ന ഭഗവാനെ ഗീർഭി പ്രശംസു, വാക്കുകൾ കൊണ്ട് ആ ഭഗവാനെ പ്രശംസിച്ചു അല്ലെങ്കിൽ സ്തുതിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ശ്ലോകത്തോടുകൂടി ഇന്ന് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ആ രാജാക്കന്മാർ നൽകുന്ന വളരെ വിശേഷമായിട്ടുള്ള ആ സ്തുതി, അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. 9 ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാനെ, ആ നവധാഭക്തിക്ക് തുല്യമായ 9 ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ രാജാക്കന്മാർ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. വളരെ ശ്രേഷ്ഠമായ ഇന്നത്തെ ഈ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലിയ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഈ രാജാക്കന്മാർ ഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളിൽ 9ാമത്തെ ആ സമർപ്പണ ശ്ലോകമാണ്. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം
നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.